ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് മനുഷ്യർക്ക് ഒരു ഉപാസന ആവശ്യമാണ്. ഇപ്പം നമ്മളുടെ സമൂഹത്തിൽ, ലോകത്തിൽ ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും ഉണ്ട്. രണ്ട് വർഗമായിട്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇപ്പോൾ രാക്ഷസ പ്രകൃതമുള്ളവരെ നമ്മൾ നിരീശ്വരവാദികളും, അതുപോലെ സാത്വികമായിട്ടുള്ള ഭാവമുള്ളവരെ നമ്മൾ ഈശ്വരവാദികളുമായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ദേവതാ ഉപാസന വേണമെന്ന് പറയുന്നത്? അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായിട്ടുള്ള മാനമുണ്ടോ? അതില്ലാതെ നമ്മൾക്കിവിടെ ജീവിച്ചുകൂടെ? തീർച്ചയായിട്ടും ഒരു ഉപാസനയുടെ ആവശ്യമില്ലാതെ നമ്മൾക്കിവിടെ ജീവിക്കാം. പക്ഷെ ആ വ്യക്തിക്ക് അത്രമാത്രം ഉന്നതമായ ഒരു സാത്വികമായിട്ടുള്ള തെളിഞ്ഞ ബുദ്ധി ഉണ്ട് എങ്കിൽ ആ രീതിയിൽ പോകാം. നേരെ മറിച്ച് അത്ര ആ ഒരു മനസ്സിൻ്റെ ബലം ആർജിക്കാത്ത വ്യക്തികൾക്ക്, തെളിഞ്ഞ ബുദ്ധി ഇല്ലാത്തവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഉപാസന അനിവാര്യമാണ്. ഗുരുവും തപസ്സിന് ശേഷം, ആത്മസാക്ഷാത്കാരത്തിന് ശേഷം സാധാരണക്കാരന് വേണ്ടിയാണ് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ചെയ്തു കൊടുത്തത്. അതിനുശേഷം ധാരാളം പ്രതിഷ്ഠകൾ, 64-ലധികം പ്രതിഷ്ഠകൾ ഗുരു നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അത് സംശയമാണ്, എത്ര എണ്ണം കൃത്യമായിട്ട് നടത്തിയെന്ന് ഒരു കണക്ക് ഇല്ല. ഓരോരുത്തരും ഓരോ നാട്ടിൽ പറയുന്നു ഇത് ഗുരു വെച്ചതാണ്, ഇത് ഗുരു പ്രതിഷ്ഠിച്ചതാണ്. ചിലപ്പോൾ ഗുരു ആ വഴിക്ക് പോയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പോൾ പലരും അങ്ങനെ അവകാശവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപാസനയ്ക്ക് എത്രമാത്രം പ്രസക്തിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഉള്ളത്. ഇപ്പോൾ മാനസികമായും ബൗദ്ധികമായും നല്ല ബലമുള്ള ആളുകൾക്ക് ഈ ഉപാസനയുടെ ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം അവർ നിരീശ്വരവാദി എന്നല്ല. അവർക്ക് അല്ലാതെ തന്നെ മനസ്സിനെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. നിരീശ്വരവാദികൾ അങ്ങനെയല്ല. അവർക്ക് ഇത് ഇല്ല എന്ന് പറഞ്ഞ് സമർത്ഥിക്കുക, കൂടുതൽ കൂടുതൽ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഭൗതികത മാത്രമാണ് അവർക്ക്, കൺമുമ്പിൽ കാണുന്നത് മാത്രമാണ് അവർക്ക് സത്യം. അത് പരമാവധി അനുഭവിക്കുക എന്നുള്ളതാണ്. ഈശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കൺമുൻപിൽ കാണുന്നതും ഇതിൻ്റെ സത്ത തേടിയുള്ള ഒരു യാത്ര അയാൾക്കുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ഉയർന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉപാസന, സാത്വികമായിട്ടുള്ള ഉപാസന വളരെ നമ്മൾക്ക് ഉപകാരപ്രദമാണ്. പക്ഷേ കൊച്ചു കൊച്ചു സങ്കല്പങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് താമസികവും രാജസികവുമായിട്ടുള്ള ഉപാസനകൾ നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് കുറവ് സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും എല്ലാ നമ്മളുടെ സ്റ്റേറ്റുകളിലും, അതുപോലെ തന്നെ സ്റ്റേറ്റുകളിലെ ജില്ലകളിലുമൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, കൊച്ചു കൊച്ചു ഏരിയകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ദുർദേവത ഉപാസന അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്, അതിനെ നിലനിർത്തുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഫലം ആവശ്യമുണ്ട്, അതിനുവേണ്ടി തമോ ഗുണപ്രധാനമായിട്ടുള്ള ദേവതയെയും രജോ ഗുണപ്രധാനമായിട്ടുള്ള ദേവതകളെയും ഉപാസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ തമോ ഗുണപ്രധാനമായിട്ടുള്ള ദേവതകളെ ഉപാസിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതിന് ഫലം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്നിരിക്കാം, പക്ഷെ അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉപാസന അല്ല വേണ്ടുന്നത് എന്ന് ഗുരു അതിശക്തമായിട്ട് അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അത് നിർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സാത്വികമായിട്ടുള്ള ഒരു ഉപാസനയിലൂടെ മനുഷ്യന് അവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലത്തിലേക്ക്, ബൗദ്ധികമായാലും ഏത് തലത്തിലായാലും അവന് ആ തലത്തിലേക്ക് ഉയരുവാൻ എളുപ്പമാണ്. അവൻ്റെ തമോ ഗുണവും രജോ ഗുണവും അതോടൊപ്പം തന്നെ എരിഞ്ഞ് ചാമ്പലായി പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഉദാത്തമായ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ദേവയജ്ഞം എന്നുള്ള രീതിയിൽ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മുൻപ് ഉണ്ടായിട്ടുള്ള പൂർവികരായിട്ടുള്ള മഹർഷിമാരും അതേ നിലപാടുകൾ തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും ഒരേപോലെ ശുദ്ധമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ തലത്തിൽ ഉപാസന ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? മറ്റു തലത്തിലേക്ക്, ആ ദേവതാ ഉപാസന എന്നുള്ള തലത്തിലേക്ക് വരികയാണ്. പക്ഷേ അവിടെ ആ ദേവതാ ഉപാസനയുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് പോകണമെന്നാണ് ഗുരുവിൻ്റെ കൃതികളിൽ തന്നെ പല സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിലോ നമ്മൾ കൊച്ചു സിദ്ധികളിലൊക്കെ പെട്ട് അവിടെ നിന്നു പോകും. അങ്ങനെ വരുമ്പോഴോ എന്തിനു വേണ്ടിയാണോ നമ്മൾ പുറപ്പെട്ടത്, നമ്മൾ എങ്ങും എത്താതെ ഇടയ്ക്ക് നിന്നു പോവുകയാണ്. അതായത് ആത്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ദേവതാ ഉപാസന ചെയ്യുന്ന ആളുകൾ അങ്ങ് അറ്റം വരെ എത്താതെ അവർ പതിച്ചു പോവുകയാണ്. ഈശാവാസ്യ ഉപനിഷത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ നമ്മളിതിൻ്റെ പ്ലസും മൈനസും ശരിയായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം സുഗമമാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിനെ അവർക്കും സാധിക്കട്ടെ. നമസ്കാരം.